എങ്ങനെയാണ് ആട്ടുംകാൽ സൂപ്പ്? ആട്ടുംകാൽ ഒരു 10-15 കാല് വാങ്ങിക്കുക. 10-15 കാല് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് അതിന് നമ്മൾ കരിക്കുക. എങ്ങനെ കരിക്കും? എങ്ങനെയാ? തീയിലിട്ടിട്ട്. തീയിൽ അടുപ്പില്ലല്ലോ, ഇപ്പോൾ ഗ്യാസ് അല്ലേ ഉള്ളൂ. അടുപ്പില്ലേ? ഇല്ല, ചകിരിയുണ്ട്. ആ ചകിരി ഇട്ടിട്ട് അടുപ്പ് വെച്ചാൽ ഇതിനെ കരിക്കണം. കരിക്കണം. എന്നിട്ട് കരിച്ചിട്ട് നന്നായി ചുരണ്ടുക. ചുരണ്ടിയിട്ട് അതിന് നമ്മൾ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ കരിക്ക് കറുപ്പ് കളറാവോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ചുരണ്ടുമ്പോൾ കരിക്ക പറയുമ്പോൾ കറുപ്പ് കളറാവോ? അത് നമ്മൾ ചുരണ്ടുമല്ലോ. ചുരണ്ടുമ്പോൾ അതിന് സാധാരണ ഒരു കളർ വരും. അതിൻ്റെ രോമമൊക്കെ പോയിട്ട് കരിച്ച ശേഷം എന്നിട്ട് കഴുകിയിട്ട് അത് നമ്മൾ ഇതിനെ കെട്ടി ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഈ 2 കാലെടുക്കുക. അങ്ങനെ ഈ 2 എടുക്കുക. എന്നിട്ട് കൊത്തണം. എത്ര പീസായി കൊത്താ? അത് ചെറിയ കഷ്ണമായി കൊത്താ. എന്നിട്ട് തിളപ്പിക്കുക. എത്ര വെള്ളം എടുക്കണം? ഒരു രണ്ടെണ്ണത്തിന് ഒരു 4 ഗ്ലാസ് വെള്ളം. 4 ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലിട്ടിട്ട് തിളപ്പിക്കുക. 200 ഗ്രാം കൊള്ളുന്ന സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒഴിച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് തിളപ്പിച്ചിട്ട് വെക്കുക. വെച്ചിട്ട് കാലത്ത് പിന്നെ ഒന്നുകൂടി തിളപ്പിക്കുക. ഒന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ ഇത് വറ്റിയിട്ട് വെള്ളം കമ്മിയാവും. വറ്റിട്ട് കുഴമ്പ് പോലെ ആവും. അപ്പോൾ അതിൽ വെള്ളത്തിന് എടുത്തിട്ട് ഉപ്പിടാതെ അങ്ങനെ എടുത്ത് കഴിക്കുക. അങ്ങനെ കഴിക്കണം. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ കുരുമുളക്, വെളുത്തുള്ളി, വേണമെങ്കിൽ ഒരു കപ്പളമുളക് ഇട്ട് അരയ്ക്കുക. അരച്ചിട്ട് നമ്മൾ മറ്റേ ഇത് ഒന്നായി കലന്നിട്ട് ഈ പറഞ്ഞ എല്ലിനെ വീണ്ടും കലന്നിട്ട് മറ്റേ തിളപ്പിച്ച് ഉപ്പൊക്കെ പിന്നെയും തിളപ്പിക്കണം. മുളകിട്ട് തിളപ്പിക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ അതിൽ എടുത്ത് കഴിക്കുക. അത് സൂപ്പല്ല. അതിന്റെ പേര് സൂപ്പല്ല. അത് സൂപ്പ് തന്നെ. അതിന്റെ വെള്ളം എടുത്ത് കുടിക്കുക. അപ്പോൾ 2 സൂപ്പ് കുടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ മുട്ടിനൊക്കെ നല്ലതാണ്. എല്ല് തേയ്മാനത്തിന് നല്ലതാണ്. എല്ല് തേയ്മാനം വരുന്നത് എന്താണെന്നറിയാം? ഈ മജ്ജ കുറവാണ്. മജ്ജ കുറയുന്നുണ്ട്. ഇത് നല്ല മജ്ജ കിട്ടിക്കോളും. നല്ല മജ്ജ വരും. ഓക്കെ. താങ്ക് യു. ശരി എന്നാ.